നമസ്കാരം. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയതിൻ്റെ ഓർമ്മകളുമായിട്ടാണ് ഓരോ വനിതാ ദിനവും വരുന്നത്. 1857 ന്യൂയോർക്കിലെ തുണി മില്ലുകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ അവരുടെ തുല്യമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും വോട്ട് അവകാശത്തിന് വേണ്ടിയിട്ടും തുല്യ വേതനത്തിന് വേണ്ടിയിട്ടും നടത്തിയ പോരാട്ടമായിരുന്നു ആദ്യത്തെ വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് വേണം കരുതാനായിട്ട്. പിന്നീട് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് മാർച്ച് 8 എന്നുള്ള ദിവസത്തെ അംഗീകരിക്കുകയായിരുന്നു. ചരിത്രം അവിടെ നിൽക്കട്ടെ. കാലം മുന്നോട്ട് പോകെ സ്ത്രീകളുടെ ജീവിതത്തിലും അതുപോലെ സാമൂഹികമായിട്ടുള്ള അവരുടെ സ്ഥാനത്തിനും ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിച്ചു. സ്ത്രീകൾക്ക് എന്ന് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എന്ന് മാത്രമായിട്ട് വെച്ചിരുന്ന പല വേദികളിലും സ്ത്രീകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവർ ആ മേഖലകളൊക്കെ കീഴടക്കി വലിയ ഉയരങ്ങൾ എത്തിച്ചേരാൻ സാധിച്ചു, പറന്നുയർന്നു എന്ന് വേണം പറയാൻ. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവുക രാഷ്ട്രീയ മേഖലയിലെ ഒരുപാട് പ്രശസ്ത വ്യക്തികൾ, അതുപോലെ സ്പോർട്സ് മേഖലയിൽ, സയൻസിൽ എന്ന് വേണ്ട സമൂഹത്തിലെ എല്ലാ തലത്തിലേക്കും സ്ത്രീകൾ അവരുടെ വിജയക്കൊടി പാറിച്ചു എന്ന് വേണം കാണാനായിട്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗള, PT ഉഷ, രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പാട്ടീൽ എന്നിങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമൂഹികമായിട്ടുമുള്ള ഉയർച്ചകൾ അവർ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് സ്ത്രീകൾ സമൂഹത്തിൽ സുരക്ഷിതരാണോ എന്നാണ്. അതിലേക്ക് ഉള്ള ചർച്ചയിലേക്ക് പോകാൻ വരട്ടെ. നമ്മൾ വീട്ടിൽ നിന്ന് വേണം സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. എപ്പോഴും സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പുറത്ത് സുരക്ഷയെ പറ്റിയാണ് കൂടുതൽ ചർച്ച ചെയ്യാറുള്ളതെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ വീട്ടിൽ നിന്ന് തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ വായിച്ച പല കേസുകളും അതിക്രമ സംഭവങ്ങളും, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഏറ്റുമാനൂരിലെ ഒരു അമ്മയുടെയും മക്കളുടെയും ഒക്കെ കഥകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഉദാഹരണമാണ് എന്ന് വേണം ചിന്തിക്കാനായിട്ട്. വീട്ടിലുള്ള സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയാം, അല്ലെങ്കിൽ കുടുംബത്തിലെ വ്യവസ്ഥ, അതിൽ സ്ത്രീക്കും പുരുഷനും തുല്യസ്ഥാനമാണോ? അല്ലല്ലോ, ഇന്നും ആയിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. വീട്ടിലുള്ള അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ആൺമക്കൾ, അതുപോലെ ചെറിയ കാലത്ത് അവരുടെ അച്ഛൻ, അവരുടെ സഹോദരന്മാർ എന്നിവരൊക്കെ അവരെ തുല്യതയോടുകൂടി കണക്കാക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തുല്യ പരിഗണന നൽകിയിരുന്നെങ്കിൽ, നീ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല, നിനക്ക് ഞങ്ങൾക്കൊപ്പം സ്ഥാനമുണ്ട്, നീ അശക്തയല്ല എന്നുള്ള ബോധ്യം അവൾക്ക് നൽകിയിരുന്നെങ്കിൽ സ്ത്രീ ഒരിക്കലും അബലയോ അശക്തയോ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടേണ്ടവളോ ആയി മാറുമായിരുന്നില്ല. ദീർഘമായിട്ടൊന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ത്രീകളുടെ പരിവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലും സുരക്ഷ ഉറപ്പാക്കേണ്ട സംവിധാനങ്ങൾ അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പോരാടണം എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ മുതിരുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സുരക്ഷ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു വാക്കിനെ ഉദ്ദേശിക്കുക പുറം ലോകത്തേക്ക് അവരിറങ്ങുമ്പോഴുള്ള സുരക്ഷയെക്കുറിച്ച് മാത്രമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് സുരക്ഷ എന്ന് പറയുന്നത് വീടിനുള്ളിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വളർന്നു വലുതാകുമ്പോൾ അവളുടെ അച്ഛൻ, അവളുടെ സഹോദരന്മാർ, വളർച്ചയിലെത്തുമ്പോൾ അവളുടെ ഭർത്താവ്, മക്കൾ എന്നിവരൊക്കെ സ്ത്രീ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല, ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവളാണ്, നീ അബലയല്ല, നിന്നോടൊപ്പം ഞങ്ങളുണ്ട്, നീ ശക്തയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ആ ഒരു തുല്യ സ്ഥാനം വീട്ടിൽ അവർക്ക് നൽകുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുതിരേണ്ടി വരികയില്ല. പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ
ആദ്യം വിരൽ ചൂണ്ടപ്പെടുന്നത് ജെൻഡർ ഇക്വാളിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം, ലിംഗനീതി എന്നീ കാര്യങ്ങളിലേക്കാണ്. സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നവർ വീട്ടിൽ നിന്ന് തന്നെ ലിംഗസമത്വത്തിൻ്റെ, അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യതയോടുകൂടി വളർത്തി പരിപാലിച്ച് സമൂഹത്തിന് മാതൃകയാക്കി മാറ്റാൻ ശ്രമിക്കണം എന്നുള്ളതാണ് സ്ത്രീ ദിനത്തിൽ അല്ലെങ്കിൽ വനിതാ ദിനത്തിൽ എല്ലാവർക്കുമായിട്ട് നൽകാനുള്ള എൻ്റെ സന്ദേശം. വനിതാ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നേരുന്നു. നന്ദി.